ഇപ്പോൾ നമുക്കൊപ്പം ചെസിൽ ചെറിയാൻ കൂടി ചേരുകയാണ്. കുവൈറ്റ് വേൾഡ് മലയാളി കൗൺസിൽ പ്രതിനിധിയാണ് അദ്ദേഹം. ശ്രീ ചെസിൽ, ഇന്ന് ഏറ്റവും വലിയ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളത് കുവൈറ്റ് കേന്ദ്രീകരിച്ചാണ്. ഗവൺമെന്റ് ബിൽഡിംഗ് ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 2 ഇന്റീരിയർ മിനിസ്ട്രി ഒഫീഷ്യൽസ് കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എയർപോർട്ടിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. തുടങ്ങിയ വിവരങ്ങളാണ് കുവൈറ്റിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളേക്കാൾ രൂക്ഷമായിരുന്നോ ഇന്നത്തെ പകൽ നിങ്ങളെ സംബന്ധിച്ച്? നമസ്കാരം. എന്തായാലും കേരളത്തിലുള്ള, ഇന്ത്യയിലുള്ള, വിശിഷ്ട കേരളത്തിലുള്ള ഞങ്ങളെ കരുതുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുകയാണ്. പക്ഷേ നിങ്ങളോട് എല്ലാവരും പറയാനുള്ള ഒരു പ്രധാന കാര്യം, നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കേൾക്കുന്ന പോലെയുള്ള ഒരു അൺസർട്ടനിറ്റി ഇവിടെ ഇല്ല. ഒരു സുരക്ഷയെ ബാധിക്കുന്ന ഒരു പ്രശ്നം, നമുക്ക് ജീവനെ ബാധിക്കുന്നില്ല, ജീവസുരക്ഷയെ ബാധിക്കുന്ന ഒരു പ്രശ്നങ്ങളും നിലവിൽ ഇവിടെ ഉണ്ടായിട്ടില്ല, നമുക്ക് അനുഭവപ്പെടുന്നുമില്ല. പക്ഷേ താങ്കൾ പറഞ്ഞൊരു കാര്യം ശരിയാണ്. ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള ഒരു വലിയ ആക്രമണം എന്ന രീതിയിൽ ഒരു ഡ്രോൺ അറ്റാക്ക് നമ്മുടെ ഇവിടുത്തെ സോഷ്യൽ സെക്യൂരിറ്റി ബിൽഡിങ്ങിൽ കുവൈറ്റ് സിറ്റിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതവർ എനിക്ക് മുന്നേ ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെ ആളപായമല്ല, അല്ലെങ്കിൽ മനുഷ്യ ജീവഹാനിക്ക് വേണ്ടിയുള്ള ഒരു അറ്റാക്ക് അല്ല എന്ന് തെളിയിക്കുന്നതാണ്. കാരണം ഏർലി മോർണിംഗ്, അല്ലെങ്കിൽ ആരും ജോലിയിലില്ല, നിരത്തുകളിലൂടെ ആരും ആളുകളില്ലാത്ത ഏർലി മോർണിംഗ് സമയത്താണ് ഇന്നും ഇതിനു മുന്നേ ഒക്കെ അപകടം ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ അറ്റാക്ക് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ ശരിയാണ്, എയർപോർട്ടിന്റെ അടുത്തുള്ള ഫില്ലിംഗ് ടാങ്കറിൽ ഈ പറഞ്ഞ പോലെ ഡ്രോൺ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഈ ഡ്രോൺ അറ്റാക്ക് ചെയ്ത് ഇന്റർസെപ്റ്റ് ചെയ്തതിന് ശേഷമുള്ള ഡെബ്രി ആണോ, അതിന്റെ അവശിഷ്ടങ്ങളാണോ, അതോ ഡയറക്റ്റ് അറ്റാക്ക് ആണോ എന്നുള്ളത് ഇപ്പോഴും നമുക്ക് കൃത്യമായിട്ടുള്ളൊരു വെളിവായിട്ടില്ല. എല്ലാ ദിവസവും ഇവിടുത്തെ കുവൈറ്റ് ഡിഫൻസ് മിനിസ്ട്രിയുടെ സ്പോക്സ് പേഴ്സണ് കൃത്യമായിട്ട് ഔദ്യോഗികമായിട്ട് തന്നെ കറക്റ്റ് എത്ര മിസൈൽസ് വന്നു, എത്രയാണ് ഇന്റർസെപ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ എത്ര ഡ്രോൺ വന്നു ഒക്കെ കൃത്യമായിട്ട് പറയാറുണ്ട്. നിർഭാഗ്യവശാൽ ഇന്ന് 2 കുവൈറ്റി മിലിറ്ററി ഒഫീഷ്യൽസ് ഇതിന്റെ ഭാഗമായിട്ട് മരണപ്പെടുകയുണ്ടായി. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇവിടെ ഞാൻ പറഞ്ഞ കൊറോണ പോലെയുള്ള ഒരു എന്താ പറയുക, നമുക്കൊരു ഭക്ഷ്യസുരക്ഷയോ അല്ലെങ്കിൽ എക്കണോമി ഒരു രീതിയിലൊന്നും നമുക്കൊരു ആശങ്ക നിലവിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ യുദ്ധം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഇന്ന് വിമാനത്താവളമാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ലക്ഷ്യമാക്കി വെച്ചിരിക്കുന്നത് എന്നൊരു സാഹചര്യം ഉണ്ടല്ലോ. ഏതെങ്കിലും തരത്തിൽ ഈ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിടാതെ ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് തന്നെ ആക്രമണം നടക്കുന്നു എന്നതൊക്കെയാണോ അത് സൂചിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും അല്ല. കാരണം ഇവിടുത്തെ ആക്രമണത്തിന് രീതി നോക്കുകയാണെങ്കിൽ, ഇന്നിപ്പോ ഈ എയർപോർട്ട് ലക്ഷ്യമാക്കി ആക്രമിച്ചു എന്ന് പറയുമ്പോഴും എയർപോർട്ട് എന്ന സെൻട്രൽ ബിൽഡിംഗ് അല്ല ഇന്ന് ആക്രമിക്കപ്പെട്ടത്. അതിനോട് ചേർന്നുള്ള ഒരു ഓയിൽ ഒരു ടാങ്കാണ്, നമ്മൾ ഓയിൽ ഫില്ല് ചെയ്യുന്ന ഒരു ടാങ്കിനെയാണ് ആക്രമിച്ചിരിക്കുന്നത്. ശരിയാണ്, നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഈ ഡ്രോണൊക്കെ വന്ന് വീഴുന്നത് കാരണം ഈ എയർപോർട്ടിന് തൊട്ട് ചേർന്ന ഒരു